പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ സേവനപരമായിട്ട് ഇന്നിവിടെ ശുചീകരണ പരിപാടി ഏർപ്പെടുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഇവിടെ പ്രധാനമായ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ജോർജ് കുട്ടി സാറ്, അജയ് ഘോഷ് ഇവരിവിടെ സന്നിഹിതരായിട്ടുണ്ട്. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുൻ PTA പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ സതീശൻ ഗോറുമുടനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ തൂമ്പ എടുത്ത് ഇതിൻ്റെ ബാക്കി ചടങ്ങിലേക്ക് ഒന്നെടുക്കുന്നു. രണ്ട് വാക്ക് പറഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട ഈ സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള ജോർജ് കുട്ടി സാറ്, ബഹുമാനപ്പെട്ട അജയ് ഘോഷ് സാറ്, CPM പാർട്ടിയുടെ മാഞ്ഞ സൗത്തിലെ സെക്രട്ടറി സജീവൻ മുണ്ടുവേലി, ഇടയോരം ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ്, കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടുകാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് വരുന്ന ഏപ്രിൽ മാസം തമിഴ്നാട്ടിൽ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഉള്ള സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ്. അതിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആ ബ്രാഞ്ച് സമ്മേളനം ഇന്നുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാണ്. ബ്രാഞ്ച് സമ്മേളനത്തിന് തുടർന്ന് ലോക്കൽ സമ്മേളനങ്ങളാണ്. നമ്മുടെ മാഞ്ഞൂർ ലോക്കൽ സമ്മേളനം വരുന്ന ഈ മാസം 13-ാം തീയതി, ഒക്ടോബർ മാസം 13-ാം തീയതി മാഞ്ഞൂർ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളും എല്ലാം ഒട്ടനവധി ചർച്ചകളെല്ലാം നടക്കാനിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ഒട്ടനവധി അനുബന്ധ പരിപാടികൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് അനുബന്ധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൽ അനുബന്ധ പരിപാടികളിൽ ഒന്ന് മാത്രമാണ് ഇന്ന് നമ്മുടെ മാഞ്ഞൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ശുചീകരണം എന്നുള്ളത്. ആശുപത്രികളെ ഒക്കെ അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് മാഞ്ഞൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ശുചീകരിക്കണമെന്ന് ഇതിൻ്റെ സ്വാഗത സംഘം തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനം കൂടിയാണ്. അപ്പം ഈ ജന്മദിനങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇന്നത്തെ ദിവസം ശുചീകരിക്കാൻ തന്നെ കിട്ടിയ ഒരു അവസരം അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മദിനാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ നമ്മുടെ വാക്കുകളിലല്ല, പ്രസംഗത്തിലൊന്നുമല്ല, നമ്മൾ പ്രവൃത്തിയിലാണ് കാര്യം. മഹാത്മാഗാന്ധിയുടെ സന്ദേശം തന്നെയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല, ലോകത്ത് ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തന്നെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അദ്ദേഹത്തിൻ്റെ സന്ദേശം അതായിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രവൃത്തി എന്ന് അതെല്ലാവർക്കും മനസ്സിലായി കാണാം. അത് ഇതുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്കൂൾ ശുചീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സന്ദേശമായിട്ട്, നമ്മുടെ പരിസരം ശുചീകരിക്കുക എന്നുള്ള നമ്മുടെ ഒരു സന്ദേശം, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം ഈ പരിപാടി നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ സ്കൂളിൻ്റെ പരിസരം പരമാവധി ശുചീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. ഇനി ബാക്കിയുള്ളവരെന്തായാലും